ചിക്കൻ മപ്പാസ് ആണേ. ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല. ചിക്കൻ സ്റ്റൂ നമ്മൾ കഴിച്ചിട്ടുണ്ട്, പക്ഷെ മപ്പാസ് എന്നാണ്, മീനിലെ മപ്പാസ് കഴിച്ചിട്ടുള്ളൂ. അപ്പം ഇതിങ്ങനെ ഒരു പ്ലേറ്റ് 110 രൂപയാട്ടോ. പിന്നെതാ ചിക്കൻ തോരൻ. നമ്മൾ തിരുവനന്തപുരം സ്റ്റൈൽ ചിക്കൻ തോരനാണ് ഇതുവരെ കഴിച്ചിട്ടുള്ളൂ. കൊല്ലത്ത് വന്നിട്ട് ചിക്കൻ തോരൻ കഴിച്ചിട്ടില്ല. ഇതും 110 തന്നെയാണ്. പിന്നെ ഇതാ ബീഫ് ഫ്രൈ, ഇതും 110. അപ്പോൾ അതെ, ഇതാണ് ഇവിടുത്തെ നല്ല വരട്ടിയെടുത്ത ബീഫ് ഫ്രൈ. നോക്ക്, നല്ല കളറല്ലേ, നല്ല ഡാർക്കായിട്ടിരിക്കുന്നു. കണ്ട, സാധാരണ തട്ടുകടയിൽ വരുമ്പോഴേ നല്ല ഭക്ഷണം കിട്ടും എന്നുള്ളതാണ് പ്രത്യേകത. പക്ഷെ ഇവിടെ നല്ല ഭക്ഷണത്തിന്റെ കൂടെ നല്ല പാട്ടും കേൾക്കാം. അപ്പോൾ വിനീത് പാട്ട് പഠിച്ചിട്ടുണ്ടോ വിനീതേ? പഠിച്ചിട്ടില്ല, പക്ഷെ നല്ല അസലായിട്ട് പാടുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് വേണ്ടി, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി, എനിക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ഡെഡിക്കേഷൻ. അപ്പൊ നമുക്കൊരു പാട്ട് കേൾക്കാം. അടിപൊളി, ശരി, അത് കൊള്ളാം. ഞാൻ ഗാനമേളയ്ക്ക് പാടുന്ന ആളും കൂടെ. അതെ, മാത്രമല്ല ഞാൻ ബേസിക്കലി ഞാനൊരു കാർപ്പൻ്റർ ആയിരുന്നു. ഞാൻ ഈ അത്യാവശ്യം സ്റ്റുഡിയോയുടെ വർക്ക് ഇന്റീരിയർ ഡിസൈനൊക്കെ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം കുറേ നാൾ ഗൾഫിലുമായിരുന്നു. സ്വന്തമായിട്ട് എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഇരിക്കണമെന്നുള്ളൊരു, വീട്ടിൽ തന്നെ ഇരിക്കണമെന്നുള്ളൊരു കൺസെപ്റ്റ് വെച്ചിട്ട്, അപ്പം വീട്ടിൽ തന്നെ എല്ലാ പാചകവും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ തന്നെ കൂടാലോ. അപ്പം അങ്ങനെ തുടങ്ങിയൊരു സംരംഭമാണ്. അപ്പം പിന്നെ കുക്കിംഗ് ഒരു പാഷനാണ്. കുക്കിംഗ് പഠിച്ചിട്ടുണ്ടോ? ഇല്ല, ഒന്നും പഠിച്ചിട്ടില്ല. പാട്ട് പഠിച്ചിട്ടില്ല, കുക്കിംഗ് പഠിച്ചിട്ടില്ല, പക്ഷെ നന്നായി കുക്ക് ചെയ്യും, പാട്ടും പാടുമല്ലേ. പാട്ടിനോട് വന്ന് ചിലവർ ആവശ്യപ്പെട്ട് പാടിപ്പിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പൊ പ്രേക്ഷകരുടെ ഇഷ്ടപ്രകാരം അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ഒക്കെ എത്ര പാട്ടുകൾ പാടാൻ എനിക്കൊരു മടിയില്ല. ഇടയിൽ എപ്പോ നേരം കിട്ടും, ഇവിടെ പണിയണ്ടേ. അത് എന്റെ ഇടയിൽ കൂടെ കിടക്കും. ആസ്വദിച്ച് പാട്ടുപാടി ആസ്വദിച്ച് കുക്ക് ചെയ്യണ ഒരാള്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊല്ലം ജില്ലയിലാണ്, ഈ സ്ഥലത്തിന് പറയാ മയ്യനാട്. വയനാട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് റെയിൽവേ ക്രോസിന്റെ തൊട്ട് ചേർന്ന് ഒരു ചെറിയ ഫുഡ് ട്രക്കാണ് കേട്ടോ. ഫുഡ് നല്ല ഫുഡാണെന്നുള്ളത് അവിടെ നിൽക്കട്ടെ, എനിക്ക് അതിനേക്കാൾ മുന്നേ പറയാനുള്ളത്, ഭയങ്കര അടിപൊളിയായിട്ട് പാട്ട് പാടുന്ന ഒരാളാണ് ഈ കട നടത്തുക, വിനീത്. അപ്പോൾ വിനീത് മൈക്കും അതിന് വേണ്ടുന്ന സാമഗ്രികളൊക്കെ ആയിട്ടാണ് ഇവിടെ വരിക. അപ്പോൾ ഇങ്ങനെ ഫ്രീ ആയി നിൽക്കുന്ന സമയത്തൊക്കെ വിനീത് ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഫുഡ് കഴിക്കാൻ വരുന്ന ആരെങ്കിലും ഇപ്പോൾ ഒരു പാട്ട് വേണം എന്ന് പറഞ്ഞാൽ ആ പാട്ട് ഇഷ്ടപ്പെട്ടാൽ വിനീത് ആ പാട്ട് പാടിക്കൊടുക്കും. ഭയങ്കര രസമാണ്, ഇങ്ങനെ കരോക്കിയൊക്കെ ഇട്ടിട്ടാണ് പാടുന്നത്. അപ്പോൾ എനിക്ക് ഈ കട പറഞ്ഞു തരുന്നത് ഒരു ഫുഡ് ബ്ലോഗർ തന്നെയാണ്, രാഹുൽ കൊല്ലം എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ രാഹുലിൻ്റെ വൈഫും ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അവരെയും കൂടെ നമുക്കിന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മളിന്ന് പങ്കുവയ്ക്കുന്നത്. കുക്കിങ്ങിനെ എന്നെ സഹായിക്കാനായിട്ട് എൻ്റെ രണ്ട് അമ്മമാരുണ്ട്. വൈഫിന്റെ അമ്മയുണ്ട്, എൻ്റെ അമ്മയുണ്ട്. ഞങ്ങളെ മൂന്നുപേരെയും, പിന്നെ വൈഫും ബ്യൂട്ടീഷ്യനാണ്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന് നമ്മളെ സഹായിക്കും. ഞങ്ങൾ നാലുപേരുടെ ഒരു എങ്ങനെയാ സന്തോഷമായിട്ട് പോകുവാണോ? കുഴപ്പമില്ല, സന്തോഷം. ആളുകൾ എങ്ങനെയാ ഈ പാട്ടൊക്കെ കേട്ടിട്ട് അവർക്കൊരു അതിശയല്ലേ റോഡിൽ ഇങ്ങനെ ഒരു പാട്ടും. അതെ, എന്നൊക്കെയാ നമ്മള് സ്പെഷ്യല്. ഞങ്ങൾ ഇന്നത്തെ നമുക്ക് എല്ലാ ദിവസവും കാണുന്ന സ്പെഷ്യലുകളാണ് ചിക്കൻ മപ്പാസ്, ചിക്കൻ തോരൻ, ബീഫ് ഫ്രൈ, ചിക്കൻ പെരട്ട്. ഇത് നാലുമാണ് നമ്മൾ ഹൈലൈറ്റഡ് ചെയ്ത് മെയിൻ ആയിട്ട് പോകുന്നത്. പിന്നെ നമ്മൾ ഇനിയിപ്പം മീൻകറി, ചീനി അതൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആൾക്കാരുടെ ആവശ്യപ്രകാരം നമ്മൾ കൂടുതൽ വിഭവങ്ങൾ കൂട്ടിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ്. നമ്മളെല്ലാം വീട്ടിൽ നിന്ന് എല്ലാം ഹോം മെയ്ഡ് ഫുഡാണ്. ചൂടാക്കി കൊടുക്കല്ലേ? അതെ, ഇവിടെ നമ്മൾ കൊണ്ടുവെക്കുക, സ്റ്റീം ഇടുക, ചൂടാക്കുക. പിന്നെ ലൈവായിട്ട് നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ ചപ്പാത്തിയും ദോശയും നമുക്ക് ഇവിടെ ലൈവായിട്ട് ചെയ്യുന്നുണ്ട്. പൊറോട്ട, ഇത് അപ്പവും ദോശയും എല്ലാം വീട്ടിൽ നിന്ന്, ഇടിയപ്പം എല്ലാം വീട്ടിൽ നിന്ന് തന്നെയാണ് ചെയ്തുകൊണ്ടുവരുന്നത്. ഇവിടെ നമുക്ക് അതിനുള്ളൊരു കൺജസ്റ്റഡ് ആയിട്ടൊരു സ്ഥലവും ഇല്ലാത്തതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുമുണ്ട്. അപ്പം സുഖമായിട്ട് പോകുന്നു. ഈ ഒരു കാര്യം പറഞ്ഞപ്പോ ഈ അമ്മമാരും വൈഫും ഒക്കെ എന്ത് പറഞ്ഞു? തട്ടുകട തുടങ്ങണല്ലേ? ചിലവർ പറയില്ല അതൊന്നും വേണ്ട, അങ്ങനെയൊന്നുമില്ല. ഇവർക്ക് കുക്കിങ്ങിന് ഞാൻ എന്തെങ്കിലും ചെയ്യുമെന്നുള്ള, നമ്മളെ വീട്ടില് ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോൾ ഞങ്ങൾ തന്നെയാണ് ബൾക്കായിട്ട് എല്ലാം വെക്കൊക്കെ ചെയ്യുന്നത്. അപ്പൊ എന്റെ മോന്റെ ബർത്ത്ഡേക്കാണ് നമ്മൾ ആദ്യമായിട്ട് അങ്ങനെ പരിപാടി, ഒരു 10-200 രൂപക്കുള്ള ഫംഗ്ഷൻ അന്ന് നമ്മൾ തന്നെ വെച്ചത്. പിന്നെ അന്ന് ചെയ്തോണ്ടൊരു ധൈര്യവും
പിന്നെ എല്ലാം ദൈവത്തിന്റെ ഒരു അനുഗ്രഹം. അല്ല അത് രുചി കൊടുക്കുക വിളമ്പി കൊടുക്കാന്ന് പറഞ്ഞ ചില്ലറ കാര്യമൊന്നുമല്ല. നോക്കുമ്പോ ഒരു തട്ടുകട, പക്ഷെ അത് അങ്ങനെയല്ല, എല്ലാവർക്കും പറ്റൂലല്ലോ. പിന്നെ മനസ്സും വയറും ഒക്കെ നിങ്ങൾ നിറച്ചു വിടല്ലേ, പാട്ട് മതിയല്ലോ. പിന്നെ സമയം എങ്ങനെയാ എപ്പോഴൊക്കെയാ? വൈകുന്നേരം ഒരു 5:30 ഒക്കെ ആകുമ്പോൾ ഞങ്ങൾ ഇവിടെ വരും. ഇപ്പൊ പിന്നെ ഈ മഴ സമയമായോണ്ട് ഉള്ള പ്രശ്നമാണ് ലേറ്റ് ആയിട്ട് വരുന്നത്. ഒരു 11 മണി 10:30-11 മണി നമ്മളെ ഫുഡ് എപ്പോഴാണോ കഴിയുന്ന ഞായറാഴ്ച ദിവസം ഉണ്ട്. തിങ്കളാഴ്ചയാണ് നമുക്ക് അവധി വരുന്നത്. ഞായറാഴ്ച ദിവസം നമ്മളിവിടെ കാണും. അതെല്ലാരും നോട്ട് ചെയ്താ തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച എല്ലാ കടകളും അടയ്ക്കുമ്പോ നമ്മൾ തുറന്നിട്ട് ഒരു സോപ്പ് എടുക്കും. അത് നന്നായി. ഞായറാഴ്ച പൊതുവെ വയനാട് പ്രദേശത്ത് കടകൾ കുറവാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഞായറാഴ്ചയൊക്കെ തുറന്നു വെച്ചിട്ട് തിങ്കളാഴ്ച ഓഫ് ആക്കാന്ന് വിചാരിക്കുന്നത്. ഇപ്പൊ എത്ര നാളായി? ഇതിപ്പോ ഞങ്ങളൊരു 2 മാസത്തോളമായി. ഈ 2 മാസത്തെ ഒരു ഇതില് എന്താണ് അഭിപ്രായം? നമുക്ക് ഒരു തട്ടുകട അഭിപ്രായം അത് കടകള് ഒരെണ്ണൂടെ ഒക്കെ തുടങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. കാരണം എന്താ ഞാൻ ചോദിച്ചെന്ന് വെച്ചാല് ഈ ഗ്യാസിന്റെ ഇഷ്യൂ ഒക്കെ വന്നപ്പോ ഒരുപാട് കടകൾ ഞങ്ങള് വീട്ടില് വിറവില് തന്നെയാണ് ചെയ്യുന്നത്. അതിന്റെ ഒരു ഗ്യാസ് ഇപ്പോഴത്തെ റേറ്റ് വെച്ചിട്ട് നമുക്ക് വലിയ പാടാണ്. നമ്മളിവിടെ ഒന്നിനും റേറ്റ് കൂട്ടിയിട്ടൊന്നുമില്ല. മിക്കയിടത്തും 12 രൂപ വെച്ച് പൊറോട്ട ഒക്കെ മേടിക്കുന്ന സമയത്ത് നമ്മള് 10 രൂപയ്ക്ക് മേടിക്കുന്നത്. 10 രൂപയ്ക്ക് കൊടുക്കണം. ഇത് നിങ്ങൾ വൈകുന്നേരമാണ് ഇവിടെ വരണമെങ്കിലും ഒരു ദിവസം വെളുച്ചാവുമ്പോ തുടങ്ങി ഇതിന്റെ അല്ലേ നിക്കണം. എനിക്ക് മാത്രമാണ് അത് രാവിലെ 12 മണിയൊക്കെ ആവൂലേ? 12 മണി ചിലപ്പോ 1 മണിയൊക്കെ ആവും. പിന്നെ അതൊരു ഭാരമല്ലാത്ത രീതിയിൽ നമ്മൾ ചെയ്തു പോകുന്നു. സുഖമായിട്ട് ചെയ്യുന്നു. ഉഷാറായിട്ട് നടക്കട്ടെ. ഇനി ഒരുപാട് ആളുകൾ പാട്ട് കേൾക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയൊക്കെ വരട്ടെ. എന്റെ ഫാദർ വലിയൊരു അത് ശരി. എന്റെ ഫാദറും ഞങ്ങളെല്ലാം പുറത്ത് പോയപ്പോ നമ്മള് 5-6 പേര് റൂമിൽ താമസിക്കുന്നുണ്ട്. അപ്പൊ അന്നും ഈ ചെയ്യാൻ ആഗ്രഹം അവരെല്ലാം അരിഞ്ഞ് പറക്കി ഞാൻ തന്നെ വെക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു എല്ലാരും വന്ന് സപ്പോർട്ട് ചെയ്യണം വിനീതനെ ഫാമിലിനെ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഭക്ഷണം കഴിക്കൽ മാത്രല്ല നല്ല ഇഷ്ടമുള്ള പാട്ടൊക്കെ നമ്മൾ പറഞ്ഞാൽ അതന്നെ പാടിത്തരും ആള്. അത് ശരി. നീയാണ് ഇവിടെ ട്രൈ ചെയ്ത ഫസ്റ്റ് എന്താ ടെസ്റ്റർ അല്ലേ? ഇവരുടെ എല്ലാ ഫുഡും കൊള്ളാമോ നോക്കണം. എന്നിട്ട് അഭിപ്രായം പറയുവോ? ആണല്ലേ? അത് ശരി. ഇവനെ ഒന്ന് നോക്കി വെച്ചോട്ടോ. ഇവനാണ് ഈ കടയിലെ ഭക്ഷണം എല്ലാം ടേസ്റ്റ് വേണം. കൊള്ളില്ലെങ്കിൽ നമുക്ക് ഇവനെ തേടി പോവാം. അപ്പൊ ഞാൻ ഈ കടയിലേക്ക് വരാനുള്ള കാരണക്കാരനാണ് ഈ നിൽക്കുന്നത്. നിങ്ങൾ വീഡിയോയിൽ കൂടെയൊക്കെ കണ്ടിട്ടുണ്ടാവും. രാഹുൽ എന്നാണ് പേര്. രാഹുൽ കൊല്ലം അല്ലേ? എങ്ങനെയാണ് കൊല്ലം? രാഹുൽ കൊല്ലം വ്ളോഗ് ഒന്നും കൂടി ഇല്ലേ? അപ്പൊ അങ്ങനെയാണ് ചാനൽ. യൂട്യൂബ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാമിലുണ്ട്, ഫേസ്ബുക്കിലുണ്ട്. വളരെ ലൈവായി നിൽക്കുന്ന ഒരു ഫുഡ് ബ്ലോഗറാണ്. നമ്മളെയൊക്കെ പോലെ ചെറിയ ചെറിയ ഇടങ്ങളൊക്കെയാണ് ഷൂട്ട് ചെയ്യുക. അപ്പൊ രാഹുൽ ഈ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ചേച്ചി ഒരു ദിവസം അവിടെ വരണം, നല്ല ഭക്ഷണമാണ്, പിന്നെ പാട്ടും കേൾക്കാമല്ലോ എന്ന്. അപ്പൊ രാഹുലിന്റെ പ്രിയതമ്മയാണ് ഇത്. വീഡിയോ എടുക്കാൻ സഹായിക്കുന്ന ആളും കൂടിയാണ് കേട്ടോ. ഇവരെയും കൂടെ ഒന്ന് പരിചയപ്പെടുത്താന്ന് വിചാരിച്ചു. പറ രാഹുലേ, രാഹുലിന്റെ നാട്ടിലെ കടയാണ്. സൂപ്പർ ഫുഡ്, എപ്പോ വന്നാലും സെയിം ടേസ്റ്റ്. അതെ, അതുകൊണ്ട് നമ്മള് ചേച്ചിക്ക് റെക്കമെൻഡ് ചെയ്യുന്ന സമയത്ത് നല്ല സാധനങ്ങൾ മാത്രം റെക്കമെൻഡ് ചെയ്തു ശരിക്കും. രാഹുൽ ഇങ്ങനെ കുറെ കടകൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ സമയക്കുറവുകൊണ്ട് ഇങ്ങനെ വൈകിന്നേ ഉള്ളൂ. അപ്പൊ ഇനിയും നമുക്ക് ഇതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി വരണം. താങ്ക് യു ഇങ്ങനെ ഒരു സ്ഥലം പറഞ്ഞത്. രാഹുൽ തിരക്കുള്ളതുകൊണ്ട് പോവുക, അതുകൊണ്ട് ഞങ്ങളിവിടെ കഴിക്കാനില്ല. അവർ രണ്ടുപേരും വേറൊരു വീഡിയോയുടെ ആവശ്യത്തിന് വേണ്ടി പോവുകയാണ്. അപ്പൊ കണ്ടതിൽ ഒരുപാട് സന്തോഷം. അപ്പൊ അതേ നല്ല വെള്ളയപ്പവും അതിന്റെ കൂടെ ചിക്കൻ മപ്പാസും കൂടെ കഴിച്ചു നോക്കാം. നമുക്കൊരു അപ്പത്തിന്റെ കഷ്ണം മുറിച്ചേ ഇച്ചിരി ഗ്രേവി ചിക്കൻ്റെ ഒരു പീസും കൂടെ ചേർത്ത് കഴിക്കാം. അടിപൊളി. എന്നുവെച്ചാലേ ചിക്കൻ സ്റ്റൂവിൻ്റെ സ്വാദാണോ ചിക്കൻ കറിയുടെ സ്വാദാണോ എന്ന് നമുക്കിനെ വേർതിരിച്ച് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും നല്ല വ്യത്യാസമുള്ള സ്വാദ്. ഓവറായിട്ട് സ്പൈസ് ഒന്നും ചേർന്നില്ല. എനിക്ക് തോന്നുന്നു കുരുമുളക് അല്ലേ, കുരുമുളകിൻ്റെ ഒരു മണവും ഒരു സ്വാദുമാണ് മുന്നിട്ട് നിൽക്കുന്നത്. അടിപൊളി. ആരാണ് ഇതിൻ്റെ പിന്നിൽ? എല്ലാം വിനീത് തന്നെയാണ്. സൂപ്പർ. ഇതൊന്ന് കഴിച്ചു നോക്കിക്കോട്ടാ. ഇതൊന്ന് ആദ്യമായിട്ടാണോ കൊണ്ടുവരുന്നേ? ഇവിടെ ഉള്ളതാണ്. മഴയായോണ്ട്. പക്ഷെ കൊള്ളാം, അടിപൊളി. ഒരു വെറൈറ്റിയാണ്. സാമ്പാറും ചമ്മന്തിയും ഉണ്ട് അല്ലേ? ഇച്ചിരി ചമ്മന്തിയും കൂടെ. ചുവന്ന ചമ്മന്തിയാണ് അല്ലേ? ഇവിടെ എല്ലാം ഇങ്ങനത്തെ ചമ്മന്തി അല്ലേ? അപ്പോൾ അതാ സാമ്പാറും ചമ്മന്തി ഒഴിച്ചു. ഇനി നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ തോരൻ. രാഹുൽ വിളിച്ചപ്പോഴും പിന്നെ അല്ലാതൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, ഈ തോരൻ ചേച്ചി കഴിക്കാതെ പോകരുത്, അത്രയ്ക്ക് ടേസ്റ്റ് അത്ര കേട്ടിടാം. പക്ഷെ തിരുവനന്തപുരത്ത് ഒരുപാട് സ്ഥലത്ത് നമ്മൾ ചിക്കൻ തോരൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ.
ഇതാ നോക്കിയേ, നല്ലോണം തേങ്ങയൊക്കെ ചേർത്ത് നല്ലൊരു മണം കേട്ടോ. അത് എടുക്കുമ്പോൾ തന്നെ കണ്ട എല്ലാം വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സ്വാദ് പ്രത്യേകതല്ലേ, ഓയിൽ ഒഴിക്കണേക്കാളും ഭയങ്കര ഒരു സ്വാദല്ലേ വെളിച്ചെണ്ണയ്ക്ക്. അടിപൊളി, ഒന്നും പറയാനില്ല. ആദ്യം കഴിച്ചത് ഞാൻ പറഞ്ഞില്ലേ 10ൽ എത്ര മാർക്കുള്ളതെന്ന് വെച്ചാൽ 10ൽ 10 കൊടുക്കും. ഇതും അതുമാതിരി തന്നെ, ഒന്നും പറയാനില്ല. ചില ആളുകൾക്ക് ഉണ്ടല്ലോ ഒരു പ്രത്യേക കഴിവാണ്. ഞാൻ ചിലതിൽ പറയില്ലേ, ഇപ്പം ഇതേ കൂട്ട് ഇതേ അളവ് ഇതൊക്കെ പറഞ്ഞു തന്നാലും ഞാൻ വെച്ചാൽ ചിലപ്പോൾ ഇങ്ങനെ ആവണമെന്നില്ല. ചില ആൾ അന്നെയാണ് നമ്മൾ ഈ കൈപ്പുണ്യം എന്ന് പറയാം. ദോശയും സാമ്പാറും കൂടെ കഴിച്ചു നോക്കട്ടെ. ഇവിടേക്ക് രസവടയില്ല അല്ലേ? കൊല്ലം ജില്ലയിൽ രസവടയില്ല. ഒട്ടും പുളിയില്ലാത്ത നല്ല പഞ്ഞിക്കുട്ടം മാതിരിത്തെ ദോശ. രാഹുൽ എന്നോട് പറഞ്ഞു, ചേച്ചി വീഡിയോ എടുത്തോ, ഫുഡിൻ്റെ കാര്യത്തിൽ അവൻ ഗ്യാരണ്ടി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതെ, ഇതാണ് ഇവിടുത്തെ നല്ല വരട്ടിയെടുത്ത ബീഫ് ഫ്രൈ. നോക്ക്, നല്ല കളറല്ലേ, നല്ല ഡാർക്കായിട്ടിരിക്കണം കണ്ട. നല്ല പൊറോട്ടയും ഇടിയപ്പമൊക്കെ ഉണ്ട്, കഴിക്കാൻ സ്ഥലമില്ല. അതുകൊണ്ട് ബീഫ് മാത്രം കഴിച്ചു നോക്കുകയാണ്. സൂപ്പർ കേട്ടോ, നമ്മൾ വരട്ടി 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 അടിപൊളിയായിട്ടുണ്ട്. മുമ്പും നമ്മൾ ഫുഡ് ബ്ലോഗ് തുടങ്ങുന്ന സമയത്തെ കൊല്ലത്തെ മികച്ച ബീഫ് കിട്ടുന്ന സ്പോട്ട് എന്ന് പറഞ്ഞ് ഒരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് കമൻ്റ് ഇട്ടായിരുന്നു. അത് ശരിയാണ്, കൊല്ലം ജില്ലയാണ് നല്ല ബീഫ്, അങ്ങനത്തെ ബീഫിൻ്റെ സാധനങ്ങൾ കിട്ടുന്ന ജില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെന്ന് തോന്നുന്നു കുറേ പേര്. ഇതൊക്കെയാണ് തട്ടുകടയിലെ വിശേഷങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ഫാമിലി എല്ലാവരും കൂടിയാണ്, വിനീതിൻ്റെ വൈഫ്, അമ്മമാർ എല്ലാവരും ഉണ്ട് ഇവിടെ. എല്ലാവരും കൂടെ ചേർന്ന് ഒരു കൂട്ടായ്മ, അതുപോലെ തന്നെ ഒരു പുതിയ സംരംഭം. നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് വഴി പോകുന്നുണ്ടെങ്കിൽ നല്ല പാട്ടും കേൾക്കാം, നല്ല ഭക്ഷണവും കഴിക്കാം. പിന്നെ ഈ പറഞ്ഞതുപോലെ നല്ല രുചികളുമായിട്ട് ചെറുപ്പക്കാർ വരുമ്പോൾ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തേക്കണം. കാരണം ഇതൊക്കെയെന്ന് പറയണതേ വളരെ ചെറിയ പൈസ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ 110 രൂപയുടെയാണ്. അതൊക്കെ വളരെ ചെറിയൊരു 150 രൂപ ഉണ്ടെങ്കിൽ ദോശയും പൊറോട്ടയും അല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ചേർത്ത് കറികളും ചേർത്ത് കഴിച്ചും പോകാൻ പറ്റും. അങ്ങനെയുള്ള ഇടങ്ങളെയൊക്കെ നമ്മളൊന്ന് പ്രോത്സാഹിപ്പിക്കുകയും കൂടി വേണം എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ. പിന്നെ പാഷൻ്റെ പുറത്ത് ഒരാളൊരു കാര്യം ചെയ്യുമ്പോൾ അതിനകത്ത് പക്ക ബിസിനസ്സായിരിക്കില്ല. ഉറപ്പായിട്ടും വരുന്ന ആളുടെ വയറ് നിറയണം എന്നുള്ളൊരു ആ ഒരു കോൺസെപ്റ്റ് അവർക്ക് ഭയങ്കരമായിട്ട് കാണും. ഇതൊരു പാഷൻ്റെ പുറത്ത് തുടങ്ങിയതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെയും കൂടി സപ്പോർട്ട് ഉണ്ടാവുക. പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരാം.